വീണ്ടും ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. മലപ്പുറത്തെ വീട്ടമ്മയുടെ പീഡനാരോപണത്തിന് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാനുള്ള ഒരു ചാനലിന്റെ ശ്രമമെന്ന് ആരോപണ വിധേയർ. പരാതിക്കാരി പണം വാങ്ങി ഒത്തുതീർപ്പ് നടത്തുന്നയാളാണെന്നും വിശദീകരണം. പരാതിയുമായി എത്തിയപ്പോൾ മുൻ SP സുജിദാസും പൊന്നാനി SHO ആയിരുന്ന വിനോദും ബലാത്സംഗം ചെയ്തു എന്നാണ് വീട്ടമ്മയുടെ ഗുരുതര ആരോപണം. മലപ്പുറത്തെ വീട്ടമ്മയുടെ പീഡനാരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയെന്നാണ് ആരോപണ വിധേയർ പറയുന്നത്. മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാനുള്ള ഒരു ചാനലിന്റെ ശ്രമമെന്ന് DYSP VV ബെന്നി. ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന പദവിയിലിരിക്കുന്ന ആളുകൾ ഈ ചാനലിന്റെ ഈ കേസിലെ പ്രധാന പ്രതികളാണ്. അവരാണ് ഈ കേസിലെ പ്രധാനമായിട്ടും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പരാതിക്ക് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് മുൻ SP സുജിത് ദാസ് വ്യക്തമാക്കി. പരാതിക്കാരി പണം വാങ്ങി ഒത്തുതീർപ്പ് നടത്തുന്നയാളെന്നും സുജിത് ദാസ്. ഞാൻ ഇതിന്റെ പുറകിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ലീഗലായിട്ട് നിയമപരമായിട്ട് എടുക്കേണ്ട നടപടികൾക്ക് ക്രിമിനലായിട്ടും സിവിലായിട്ടുമുള്ള ഡീഫേമേഷൻ നടപടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. വീട്ടമ്മ 2 വർഷം മുമ്പ് നൽകിയ പരാതിയിൽ SP-യുടെ പേരുണ്ടായിരുന്നില്ല എന്ന വിവരം പോലീസ് പുറത്തുവിട്ടു. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് തനിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നതെന്ന് DYSP ബെന്നി പറഞ്ഞു. ഞാൻ ബത്തേരി DYSP ആയിരിക്കുന്ന സമയത്താണ് മുട്ടിൽ മരമുറി കേസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് അതിൻ്റെ അന്വേഷണം ഞാനായിരുന്നു നടത്തിയിരുന്നത്. തുടർന്ന് അവിടുന്ന് ട്രാൻസ്ഫറായി തിരൂർ വന്നപ്പോഴും തിരൂരിൽ നിന്ന് താനൂർ പോയപ്പോഴും ഇപ്പോഴും നിലവിലും ആ കേസിന്റെ അന്വേഷണം ഞാൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിച്ചമച്ച കേസാണെന്നും താനൂർ കസ്റ്റഡി മരണക്കേസിൽ നടപടി നേരിട്ട SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് പരാതിയുമായി എത്തിയ വീട്ടമ്മയെന്നും പൊന്നാനി SHO ആയിരുന്ന വിനോദും പ്രതികരിച്ചു. കീഴുദ്യോഗസ്ഥർക്കെതിരെ പരാതി പറയാനെത്തിയ സമയത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന S സുജിദാസ് 2 തവണ പീഡിപ്പിച്ചുവെന്നാണ് വീട്ടമ്മ ഉന്നയിച്ച പരാതി. അന്നത്തെ പൊന്നാനി SHO വിനോദ്, DYSP ബെന്നി എന്നിവർക്കെതിരെയും വീട്ടമ്മ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചു. 2 വർഷം മുമ്പാണ് സംഭവം നടന്നത്. അന്ന് കേസിൽ അന്വേഷണം നടന്നെങ്കിലും അത് ഒതുക്കിയെന്നാണ് ഇവർ പറയുന്നത്. PV അൻവർ MLA ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്തു വരികയും അതിൽ സുജിത സസ്പെൻഷനിലാവുകയും ചെയ്ത ഘട്ടത്തിലാണ് തുറന്നു പറയാൻ ധൈര്യം കിട്ടിയതെന്നും വെളിപ്പെടുത്തൽ. ചെയ്യാൻ പറ്റാത്ത ഒരു 2 മണിക്ക് വെച്ചത് കയറിയിട്ട് ഞാൻ 4:30 ആയിരുന്നു. എന്റെ വീട്ടിലെത്തുമ്പോൾ 7 മണിയായിരുന്നു. ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന ചിന്ത പോലീസ് സേനയ്ക്കുള്ളിൽ ശക്തമാണ്. പീഡനാരോപണം ഉന്നയിച്ചവർക്കെതിരെ പരാതി നൽകാനാണ് ആരോപണ വിധേയരുടെ നീക്കം. വീട്ടമ്മ ഗുരുതരമായ ഒരു പരാതി ഉന്നയിക്കുന്നു. ആരോപണ വിധേയരായ 3 ഉദ്യോഗസ്ഥരും ഉടൻ മാധ്യമങ്ങളെ കണ്ട് ഇത് വ്യാജമാണെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. PV അൻവർ MLA ഉന്നത ഉദ്യോഗസ്ഥരായ ADGPക്കും സുജിത് ദാസിനും എതിരെ തുടങ്ങിവെച്ച ഈ ആരോപണങ്ങൾ കൂടുതൽ പേരിലേക്ക് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ചും DYSPയും അന്വേഷിച്ച ഈ പരാതി ഇപ്പോൾ ഉയർന്നു വന്നതിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് സേനയ്ക്കുള്ളിൽ സംസാരം. മലപ്പുറത്ത് നിന്ന് വിപിൻ C. വിജയൻ, 24.